പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ വണ്ടിയുടെയും ഫ്രണ്ട് ഗ്ലാസ്, അതുപോലെ തന്നെ സൈഡ്, ബാക്ക് എല്ലാ ഗ്ലാസും, ഫ്രണ്ട് മാത്രമല്ല എല്ലാ ഗ്ലാസും ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അതിന് എത്ര പൈസയാവും, ഇവിടുന്ന് വാങ്ങാം, അതുപോലെ തന്നെ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന സ്ലൈഡിങ് ഗ്ലാസ് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഉൾപ്പെടെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ റീൽസൊക്കെ ഇടുന്ന ടൈമിൽ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ്സാണ് എല്ലാവരും എൻക്വയറി ചെയ്യാറ്, ഫ്രണ്ട് ഗ്ലാസ് ഏത് ഉപയോഗിച്ചു എന്നൊക്കെ. കാരണം ഒരു ഒറിജിനൽ ഗ്ലാസിൻ്റെ ഒരു ലുക്ക് തന്നെ കിട്ടുന്നുണ്ട് ഫ്രണ്ട് ഗ്ലാസ്സിൽ. അപ്പോൾ ഇപ്പം കുറച്ച് ഒരു മങ്ങിച്ച കാണും, കുറച്ച് പൊടി, അതുപോലെ തന്നെ എന്താ പറയുക, വെള്ളം അവിടെ ഇങ്ങനെ ആയിട്ട് ഉണങ്ങിയ വെള്ളം ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുടച്ചിട്ടില്ല, അവിടെ തന്നെ ഉണങ്ങിയിട്ട് കണ്ട ഈ ഒരു പാടൊക്കെ കണ്ട. അതൊന്നും ഇനിയിപ്പം പോകണമെങ്കിൽ ഫുള്ളായിട്ട് വെള്ളം ഒന്നാക്കിയിട്ട് തുണിയോട് തുടക്കണം. ഞാൻ വെള്ളമാക്കിയിട്ടൊന്നും തുടച്ചിട്ടില്ല, അത് അവിടെ തന്നെ കിടന്നങ്ങ് ഉണങ്ങിയതിൻ്റെ ഒരു പാടുണ്ടാവില്ല, വെള്ളത്തിൻ്റെ ഒരു കുറച്ച് സ്പോട്ടുകൾ ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം കുറച്ച് ക്ലിയർ കുറവുണ്ടാവും. എന്തായാലും ഈ ഒരു ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഡീറ്റെയിൽസ് സൈഡൊക്കെ അത് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ സൈഡ് കർട്ടൻ ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ റിഫ്ലക്ഷൻ കാണില്ല, അതുകൊണ്ടാണ്. ഇപ്പം കണ്ടില്ലേ, എല്ലാ ഗ്ലാസും ബേക്കടക്കം എല്ലാ ഗ്ലാസും ഈ ഒരു സാധനം തന്നെ ഉപയോഗിച്ചത്. അപ്പോൾ എന്തായാലും വെറുതെ ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതാണ് സാധനം വരുന്നത്. ഇതിങ്ങനെ ഒരു പാക്കായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രിലിക് ഷീറ്റ് എന്നാണ്. ഞാനിത് ഒരെണ്ണം മാത്രം എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് അക്രിലിക് ഷീറ്റ്. 1 mm തിക്നെസ് വരുന്നത്, 1 mm 1 millimeter തിക്നെസ് വരുന്ന സാധനമാണ് അക്രിലിക് ഷീറ്റിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സൈസ് 12 ഇഞ്ച് × 12 ഇഞ്ചാണ്. 12 ഇഞ്ച് × 12 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയറാണ്. അപ്പം നിങ്ങളിങ്ങനെ ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, ഇത്രയേ ഉള്ളൂ ക്ലിയർ എന്ന് വിചാരിക്കും. പക്ഷേ എങ്കിൽ ഇതിന് പ്രൊട്ടക്റ്റീവ് ഫിലിം എന്ന് പറഞ്ഞ സാധനമുണ്ട് രണ്ട് ഭാഗത്തും. അപ്പോൾ ഇത് ഞാൻ റീൽസിലും അതുപോലെ തന്നെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഫ്രണ്ട് ഗ്ലാസ് ഫിക്സ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്ന് ഒരു ലെയർ ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന ഒരു റീല്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഗ്ലാസ്സിന് അത്രയും എൻക്വയറി വന്നത്. അപ്പോൾ ആ ഒരു സാധനം ഞാൻ ഇപ്പോൾ റിമൂവ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഇപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ അതില്ലാണ്ടിരിക്കുമ്പോൾ സ്ക്രാച്ച് ആവും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡുണ്ട്, ആ രണ്ട് സൈഡും റിമൂവ് ആക്കിയാലേ ഇതിൻ്റെ ശരിക്ക് ക്ലിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനത് വേണമെങ്കിൽ ഒരു ചെറിയ പീസ് നമ്മൾ വേസ്റ്റ് പീസിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് കണ്ട ഇതേപോലെ ഒരു ഫിലിം ഉണ്ടാവും, ഇതിങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു സൈഡിൽ റിമൂവ് ചെയ്യുന്നതിന് അത്യാവശ്യം ക്ലിയർ ആയി. ഇനി അപ്പുറത്തെ സൈഡിലേയും കൂടി നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ രണ്ട് സൈഡ് റിമൂവ് ആകുമ്പോൾ കണ്ട ഒറിജിനൽ ഗ്ലാസ് പോലെ തന്നെ സാധനം കണ്ട. ഇനി റിമൂവ് ചെയ്യാത്തൊരു പീസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് റിമൂവ് ചെയ്യാത്ത പീസ്. ഇത് ഞാൻ വേസ്റ്റ് പീസിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു ഫുൾ ഷീറ്റ് അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പണിയാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ട റിമൂവ് ചെയ്ത സാധനം കണ്ട അത്രയും ക്ലിയർ ആയിരിക്കും സാധനം, ഒറിജിനൽ ഗ്ലാസ് പോലെ തന്നെ. വളയൊന്നും ചെയ്യില്ല. വളയെന്ന് വെച്ചാൽ ഇങ്ങനെ വളച്ച് കഴിഞ്ഞാൽ വളയുന്നല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെറുങ്ങനെ ആക്കിയൊന്നും വളയില്ല, നല്ല സ്ട്രോങ് ആണ്. 1 mm തിക്നെസ് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ് ആണ്. നമ്മളെ OHP ഷീറ്റ് 5 രൂപക്ക് കിട്ടുന്ന ആ സാധനം, അത് അങ്ങനത്തെ ഒരു 3-4 പീസ് ഒട്ടിച്ചാൽ കിട്ടുന്ന പവർ ഈ ഒരു സാധനത്തിനുണ്ട്. അപ്പോൾ ഇതാണ് റിമൂവ് ചെയ്യാത്തൊരു ക്ലിയർനെസ് വരുന്നത്. ഇങ്ങനെ ഫിക്സ് ചെയ്യുക നിങ്ങൾ, എന്നിട്ട് ലാസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം റിമൂവ് ചെയ്താൽ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പം അത്യാവശ്യം കിട്ടുന്ന സാധനമാണ്. ഞാൻ യൂസ് ചെയ്തിട്ടാകുമ്പം പറയുന്നത്, വെറുതെ പറയുന്നില്ല. 2 വർക്കിലായിട്ട് യൂസ് ചെയ്യുന്ന, അല്ല 3 വർക്കിൽ, അവർ ഏഷ്യറിൻ്റെ ഒരു ട്രക്കിലും 2 ബസ്സിലും ഉൾപ്പെടെ 3 വർക്കിൽ ഞാൻ യൂസ് ചെയ്തു. അടിപൊളി സാധനമാണ്. ഇത് 12 × 12 ഇഞ്ച് സൈസ് വരുന്നത്, അതായത് ഏകദേശം ഒരു 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ, 2.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 12 ഇഞ്ച് പറഞ്ഞാൽ അത്രയും ഉണ്ടാവും, 24 6 30 സെൻറ്റിമീറ്റർ ഉണ്ടാവും ഏകദേശം തോന്നുന്നത്, കറക്റ്റാണെന്ന് അറിയില്ല. 12 ഇഞ്ച് 12 ഇഞ്ച് അതാണ് ഇതിൻ്റെ സൈസ്. ഇതിൻ്റെ റേറ്റ് കുറച്ച് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഒരു ഷീറ്റിന് തന്നെ ഒരു 70-80 റേഞ്ച് വരുന്നുണ്ട് റേറ്റ്. അപ്പോൾ ഇത് ഒരെണ്ണമായിട്ട് വാങ്ങാൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ചത് 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ലിങ്ക് വർക്കിംഗ് ആണെങ്കിൽ ഇടാം. ഞാൻ കഴിഞ്ഞ തവണ ഞാൻ കുറേ പേർക്ക് ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അന്നേരം ചോദിച്ചവർക്കൊക്കെ ഞാൻ ലിങ്ക് അയച്ചു. അപ്പോൾ ആ ലിങ്ക് സംഭവം വർക്കിംഗ് അല്ലായിരുന്നു, അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ട് സാധനം ഉണ്ടായിട്ടില്ല. അപ്പം കുറേ ആൾക്ക് അത് കിട്ടിയിട്ടില്ല. ഞാൻ ഇത് പുതിയൊരു പ്രൊഡക്റ്റാണ്, ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ എന്തായാലും നിലവിൽ വീഡിയോ എടുക്കുന്നവരെ ഉണ്ട്, ഇനിയുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട സാധനം അക്രിലിക് ഷീറ്റ് 1 mm തിക്നെസ് 12 × 12, അത് നിങ്ങളുടെ സൈസിനനുസരിച്ച് സെർച്ച് ചെയ്യാം. അക്രിലിക് ഷീറ്റ് 1 mm തിക്നെസ് അടിച്ചു കൊടുത്താൽ സാധനം കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 80 60 70 80 ഈ റേഞ്ച് വരും ഒരു ഷീറ്റ്, ഈ ഒരു സൈസിലുള്ള. അത് ഇടയ്ക്കിടയ്ക്ക് റേറ്റ് മാറുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ, അതുകൊണ്ടാണ്.
പിന്നെ ഒരെണ്ണമായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ വാങ്ങിയത് 6 പീസാണ്, 6 സെറ്റാണ്. അപ്പോൾ ഒരെണ്ണത്തിന് ഏകദേശം ഒരെണ്ണത്തിനല്ല, മൊത്തത്തിൽ ഏകദേശം ഒരു 300 അങ്ങനെ അങ്ങാറ്റേ വരുമോ, ഏകദേശം 300 ആ റേഞ്ച് അങ്ങാറ്റേ വരുമോ. ഞാൻ എന്തായാലും ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങളതിൽ കയറിയൊക്കെ കറക്റ്റ് റേറ്റ് മനസ്സിലാവും. അപ്പം അത് വാങ്ങിക്കഴിഞ്ഞാൽ 6 ഉണ്ടാവും. ഒരു വർക്കിന് ഒരു ബസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 1-1.5 വേണ്ടി വരും കേട്ടോ, ഫുള്ള് ക്ലാസ് ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ ബസ്സിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. ഞാൻ ചെയ്യുന്ന ബസ്സിന് ഈ ഒരു ഷീറ്റും പിന്നെ വേറൊരു ഷീറ്റിൻ്റെ കുറച്ച് ഭാഗം കൂടി വേണ്ടി വരും. സൈഡെല്ലാം ചെയ്യാം, സൈഡും ബാക്കും ചെയ്യാൻ ഈ ഒരൊറ്റ ഷീറ്റ് മതി, കുറച്ച് ബാക്കിയുണ്ടാവും. പക്ഷേ ഫ്രണ്ട് ഗ്ലാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പിന്നെ ഇതിൽ കിട്ടില്ല ഫ്രണ്ട് ഗ്ലാസ്. അപ്പോൾ അത് വേറൊരു ഷീറ്റിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സംഭവം അടിപൊളി സാധനമാണ്. നമ്മൾ OHP ഷീറ്റിൻ്റെ എല്ലാം അതുകൊണ്ട് ചെയ്യുക, OHP ഷീറ്റെല്ലാം ചെയ്യുക. പക്ഷേ അത് ഞാൻ നേരത്തെ കാണിച്ചാൽ സ്ലൈഡിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഒടിഞ്ഞെല്ലാം നിൽക്കും, അത് തിക്നെസ് കുറവായതുകൊണ്ട്. ഇത് അങ്ങനെയൊന്നും നിൽക്കില്ല. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ആകുന്നത് നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് ഇത്രയും വലുപ്പത്തിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇതാകുന്നത്. ഇനി നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ബെൻഡാവൊന്നും ചെയ്യില്ല. ഇത് ഇത്രയും ലെങ്ത്തും വിടുത്തും കൂടിയോണ്ടാണ് ഇങ്ങനെ ബെൻഡാകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ ഇത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് നേരത്തെ കണ്ടില്ല ഗ്ലാസിൻ്റെ പോലെ തന്നെ കിട്ടും. പിന്നെ ഇത് കുറേ പേര് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമെന്ന്, എന്തായാലും കട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു 1 mm തിക്നെസ് കട്ട് ചെയ്യാൻ പറ്റും. ഈ നിങ്ങൾ വേറെ 2 mm എല്ലാം വാങ്ങിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. 1 mm സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. കത്രിക, അതായത് ഒന്നിക്ക് നമ്മൾ ചെറിയ കത്രികനെ കൊണ്ടും കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ മീനെല്ലാം വെട്ടുന്ന കത്രികയില്ല, മീനെല്ലാം മുറിക്കുന്ന കുറച്ച് വലിയ കത്രിക, അതിനെ കൊണ്ടെല്ലാം കട്ട് ചെയ്യുക. അതിനെക്കൊണ്ടും കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് തന്നെ കട്ട് ചെയ്യുക. പക്ഷേ ബ്ലേഡ് കൊണ്ട് ഒറ്റ കട്ടിലാവില്ല, 2-3 വര വരച്ച് കഴിഞ്ഞാൽ കിട്ടും. സ്കെയിൽ വെച്ചിട്ട് ഒരു 2-3 വട്ടം വരച്ച് കഴിഞ്ഞാൽ സംഭവം കട്ടായി വരും. കത്രികനെ കൊണ്ടാകുമ്പോൾ ഒറ്റ ഇതിൽ തന്നെ ആവും, കുറച്ച് വലിയ കത്രികയാണെന്നുണ്ടെങ്കിൽ ആവും. പിന്നെ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടാക്കണം. അതായത് ഇത് വെറുതെ ബെൻഡ് ചെയ്ത് അങ്ങനെ ഒട്ടിച്ചാൽ നിൽക്കില്ല. ലൈറ്റർ ഉപയോഗിച്ചിട്ട് 2 സൈഡും വളച്ചിട്ടെല്ലാം ഒട്ടിക്കണം. ഫ്രണ്ട് ഗ്ലാസ് ചെയ്യുമ്പോൾ ചൂടാക്കിയിട്ട് ചൂടാക്കി വെച്ചിട്ട് ഉരുകിപ്പോകൊന്നും ചെയ്യില്ല, ചെറുങ്ങനെ സൂക്ഷിച്ച് ചൂടാക്കിയാൽ മതി. അപ്പോൾ അത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത്. എന്തായാലും ഇനി ഇതിൻ്റെ ഫിറ്റിംഗ് ഫ്രണ്ട് ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ലെങ്കിലും ഏകദേശം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഗ്ലാസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾ കണ്ടോ. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റും ലൈക്കെല്ലാം ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഗ്ലാസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ബീഡിങ് പോലെ ആദ്യം ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഗ്ലാസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് ഫോം ഷീറ്റാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. വൈറ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കണം, അല്ലാണ്ട് വൈറ്റ് അടിച്ചാൽ ബോറായിരിക്കും. വൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ബോറായിരിക്കും. ബ്ലാക്ക് ആയതുകൊണ്ട് പിന്നെ ഞാൻ പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല. വൈറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ബ്ലാക്ക് പെയിൻറ്റ് അടിക്കണം, ഇല്ലെങ്കിൽ ബോറായിരിക്കും. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത ബീഡിങ് ചെറിയ പീസിൽ ഇങ്ങനെ ലെങ്ത്തിൽ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ലെങ്ത്ത് കുറച്ച് കുറവുണ്ട്, ഞാൻ പിന്നെ കട്ട് ചെയ്ത് സൈഡിന് വേണ്ടി കട്ട് ചെയ്താൽ. അപ്പോൾ ഈ സൈഡിലും അതുപോലെ തന്നെ ഞാൻ ഒട്ടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ആ വീഡിയോ ഒട്ടിക്കുന്നതൊന്നും നടക്കില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചാൽ ഇങ്ങനെ വെക്കുക. ചെറിയൊരു ഗ്യാപ്പ് ഇടുക, അതായത് പുറത്തുനിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഉള്ളിലോട്ട് വെച്ചിട്ട് ഒട്ടിക്കുക. അതേപോലെ തന്നെ മൊത്തം ഒട്ടിക്കുക കേട്ടോ. ഈ സൈഡ് ടോപ്പിൽ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫോക്കസ് ആകുന്നുണ്ടോ നോക്കട്ടെ. ടോപ്പിൽ കണ്ടോ ഒരു പീസ് ഇതേപോലെ ഒട്ടിച്ചിട്ട്, അതേപോലെ മൊത്തം ഇങ്ങനെ ഒട്ടിക്കുക. ഈ ഒരു താഴെയും അതുപോലെ തന്നെ ഈ സൈഡിലും 4 സൈഡിലും ഈ ഒരു പീസ് ഒട്ടിക്കോട്ടെ. ഫ്ലസ്കിക്ക് വെച്ചിട്ടോ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കും, നല്ല ഉറപ്പിൽ ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ 4 സൈഡും ആ ഒരു ബീഡിങ് ഒട്ടിച്ചിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഒട്ടിച്ചത് വൈറ്റ് ഫോം ഷീറ്റാണ്, അത് നമ്മൾ പിന്നീട് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കും. പിന്നെ നമുക്ക് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ്സിൽ നേരത്തെ കാണിച്ച ഷീറ്റ് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഗ്ലാസിൻ്റെ ഇത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഒരു മാർക്കറോ പെന്നോ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലത്തെ ഒരു പീസാണ് കിട്ടുക. അതിന് ശേഷം ഈ കാണുന്ന സൈഡ് രണ്ടും ഇതേപോലെ ബെൻഡ് ചെയ്ത് വെക്കണം. അത് ബെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കൗള് കുറച്ച് പുറത്തേക്കല്ലേ വരുന്നത്, അപ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റ് ആവാൻ അടിഭാഗം ബെൻഡ് ചെയ്യണം. ചൂടാക്കിയിട്ട് ബെൻഡ് ചെയ്യുക, ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് ചൂടാക്കിയിട്ട് ബെൻഡ് ചെയ്യുക. ബെൻഡാക്കാൻ വേറെ പണിയൊന്നുമില്ല, ലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് വിരലുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ബെൻഡാക്കി കൊടുത്ത് അതാണ് ഫിക്സായി നിന്നോളും കേട്ടോ. പിന്നെ അത് തിരിച്ചിങ്ങോട്ട് വരുമൊന്നും ചെയ്യില്ല. OHP ഷീറ്റ് പോലെ ഉരുക്കി പോകുന്ന പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഏകദേശം കഴിയാനായി, അടുത്തത് വാങ്ങണം. ഈ ഒരു പേരാണ്. ഇത് ഓൺലൈനിലൊക്കെ കിട്ടും, ഇല്ലെങ്കിൽ ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടും. ഞാൻ ഫാൻസി ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. പൈസ 50 രൂപയാണെന്നാണ് തോന്നുന്നത്, കറക്റ്റ് ഓർമ്മയില്ല. വാങ്ങിയിട്ട് കുറേയായി, ഏകദേശം കഴിയാനായി. അപ്പോൾ ഈ ഒരു ഗ്ലൂ അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് വരുന്നത്. മറ്റേ ഫെവി ബോണ്ട് പോലെ യെല്ലോ കളറല്ല, അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒട്ടിക്കാം. പിന്നെ വേറെ പണിയൊന്നുമില്ല, ഇത് നമുക്ക് ഒട്ടിക്കുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗം വരുന്ന ഭാഗം ഉണ്ടാവില്ല ഗ്ലാസ്സിന്, അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ നേരത്തെ കാണിച്ച പോലെയും ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം റിമൂവ് ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ പണി പാടും. എന്ന് വെച്ചാൽ ഉള്ളിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
പുറത്ത് ലാസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞിട്ട് പറിച്ച് കളഞ്ഞാൽ മതി. പക്ഷേ ഉള്ളിൽ വരുന്ന ഭാഗം ഏത് ഗ്ലാസ് ആയാലും സൈഡായാലും ബാക്കായാലും ഫ്രണ്ടായാലും എല്ലാം ഉൾഭാഗം വരുന്നത് നിങ്ങൾ ആദ്യമേ ഈ ഒരു ഫിലിം റിമൂവ് ചെയ്യാൻ മറന്നു പോകാൻ പാടില്ല. മറന്നു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു ഗ്ലാസ് പിന്നെ ഒരു ക്ലിയർ ആയിട്ട് കിട്ടില്ല. ആ ഉള്ളിൽ നിന്ന് പിന്നെ റിമൂവ് ചെയ്യാൻ ടാസ്ക് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ റിമൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലിയർ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഫ്രണ്ടിലെ പുറത്ത് ഭാഗത്ത് വരുന്നതും കൂടി റിമൂവ് ചെയ്താലേ കറക്റ്റ് ക്ലിയർ കിട്ടും. അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ആ ഒരു ഗ്ലൂ ബീഡിങ്ങിലാക്കിയിട്ട്. എന്നിട്ട് കൈമിൽ ഒന്നിക്കൽ ഇങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ മതി കുറേ സമയം. അതിനെക്കാട്ടി നല്ലത് ഇതേപോലെ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. മാസ്കിൻ ടേപ്പ് കറക്റ്റ് ഒട്ടിക്കുക. എന്നിട്ട് കുറച്ചൊരു 5-10 മിനിറ്റ് 15 മിനിറ്റ് അത്രയും സമയം നിങ്ങൾക്ക് കിട്ടുന്ന സമയം അത്രയും വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാസ്കിൻ ടേപ്പെല്ലാം റിമൂവ് ചെയ്താൽ നമ്മളെ ഫ്രണ്ട് ഗ്ലാസ് ഇവിടെ ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാസ്കിൻ ടേപ്പ് ഇനി റിമൂവ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നിട്ടുണ്ടാവും. ഗ്ലാസ് മാസ്കിൻ ടേപ്പിൻ്റെ ഒപ്പം റിങ് വരുന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ലോണം ഒട്ടിക്കണം കേട്ടോ. നല്ല വൃത്തിക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്കിൻ ടേപ്പൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഔട്ട്പുട്ട്. അവർ ഫിലിം ഇപ്പോഴും പറിച്ചിട്ടില്ല. അത് നമുക്ക് പിന്നീട് പറിക്കാം. ഞാൻ ജസ്റ്റ് ഈ ഒരു പിക്സൽ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. പിക്സലല്ല, സോറി, ഇത് ഒറ്റ കളർ, ഈ ഒരു പിങ്ക് കളർ മാത്രമുള്ള നോർമൽ സ്ട്രിപ്പ് ലൈറ്റാണ്. ജസ്റ്റ് ഒരു ഡെമോ, ആദ്യമായിട്ട് ഇങ്ങനത്തെ വർക്കെല്ലാം ചെയ്യുന്നത്, ലൈറ്റ് വർക്ക്. അപ്പം ജസ്റ്റ് എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടായ ഒരു ലൈറ്റ്, പിങ്ക് കളർ ലൈറ്റ് വെറുതെ വെച്ചിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. അതിന് ശേഷം ഈ ഒരു വയർ, ബ്ലാക്ക് വയർ എടുത്തിട്ട്, സാധാരണ വയർ അതിങ്ങനെ ചുറ്റിൽ ഒട്ടിച്ച് കൊടുക്കണം, ഒരു ബീഡിങ് പോലെ കേട്ടോ. അത് ഒട്ടിച്ച് കൊടുക്കാം മാർക്കർ. അതുകൂടി അത് മറന്നുപോയ ഒരു ബോറുണ്ടാവും, അപ്പോൾ അതുകൂടി ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഫ്രണ്ട് ഗ്ലാസിൻ്റെ. ഇപ്പോൾ വെള്ളമെല്ലായതുകൊണ്ട് മഴയുണ്ട്, അതുകൊണ്ട് വെള്ളമെല്ലായതുകൊണ്ട് കുറച്ച് ഇതുണ്ടാവും. എന്നാലും അടിപൊളിയായിട്ട് സാമൻ കിട്ടിയിട്ടുണ്ട്. സൈഡ് ഗ്ലാസ്സൊക്കെ കണ്ടോ, സൈഡെല്ലാം കണ്ടോ. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ലിങ്ക് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ടേം ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ എവിടെയാലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഷോപ്പുകളിൽ കിട്ടുമോ എന്ന് അറിയില്ല, എവിടെയാണ് കിട്ടുമോ അറിയില്ല. ഓൺലൈനിൽ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കും മാക്സിമം. എനിക്ക് അതേ അറിയും. അറിയാത്ത കാര്യം പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഷോപ്പിലൊന്നും എവിടെയാണ് ഏത് ഷോപ്പിലാണ് കിട്ടുകയെന്ന് എനിക്കറിയില്ല. ഓൺലൈനിൽ സാധനമുണ്ട്, വാങ്ങുന്ന ലിങ്ക് ഞാൻ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടേം സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇതുപോലത്തെ ഒരു നല്ലൊരു യൂസ്ഫുൾ വീഡിയോക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.